ഇതൊക്കെ നമ്മുടെ വിളവെടുപ്പ് എടുക്കാനൊക്കെ ആയി കഴിഞ്ഞതാണ്. എന്തായാലും ഈ ഭംഗി കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും നമുക്കിപ്പോൾ എടുക്കാം. ഇതൊക്കെ ഇങ്ങനെ നട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരുപാട് സന്തോഷം. എന്തായാലും ഇത്തവണത്തെ പുതിയ പരിപാടി ഒരു പരീക്ഷണം ചെയ്തത് ടവർ ഫാമിംഗ് ആണ്. വീട്ടാവശ്യത്തിന് ഈ ഒരു 5 കോഴിയൊക്കെ ഇപ്പോൾ ധാരാളം. ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ എല്ലാ കാര്യത്തോട്ടേനും പിടിച്ചതിനും ഒന്നും മാർക്കറ്റിൽ ഓടേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു കൃഷി രീതി അവലംബിച്ചാൽ നമുക്ക് ഫുൾ ഇയർ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അല്ലാണ്ട് മഴയാണ് കൃഷി ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കാലാവസ്ഥയിൽ പറ്റില്ല, പിന്നെ മഴ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, അങ്ങനെയൊന്നും ഒരു ഇതില്ല. എല്ലായ്പ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ മനസ്സ് വേണം. പക്ഷേ ആദ്യം ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് ഇതിൻ്റെ ഗുട്ടൻസ് ഒന്ന് പിടികിട്ടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും മതിലുകളും ഒക്കെ ആയപ്പോഴും അത്രക്കങ്ങോട്ട് പണ്ടത്തെ പോലെ പരാഗണം നടക്കണില്ല. അപ്പോൾ ആ സമയത്ത് ഈ ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സൊക്കെ ഹെൽപ്ഫുള്ളാണ്. പുറമേ ഇടയ്ക്കൊക്കെ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഒന്ന് നനച്ചൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ 48 സീറ്ററുള്ള ഹൈഡ്രോപോണിക് സിസ്റ്റം. ഇത് 48 പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പുറത്ത് 24, അപ്പുറത്ത് 24, അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ നമുക്ക് ഒരേ പ്ലാന്റ്സിനെയൊക്കെ പരിചയപ്പെടാം. ആക്ച്വലി കൂടുതൽ ഇലവർഗ്ഗങ്ങളാണ് ഇതിൽ നമ്മൾ കൃഷി ചെയ്യുന്നത്. എക്സോട്ടിക് വെജിറ്റബിൾസാണ് മിക്കതും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാഴ്സ്ലിയാണ്. പിന്നെ വിവിധ ഇനം ചീര. ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. പലതരം ചീര എടുത്തൊന്ന് ഇതിൽ പരീക്ഷിച്ച് നോക്കിയതാണ്. ശരിയാണ്, ഇപ്പം നല്ലോണം നല്ല രീതിയിൽ നമ്മുടെ സാധാരണ ചീരയൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സുന്ദരി ചീര, ശ്രീ ചീര, പിന്നെ സാധാരണ പച്ചച്ചീര ഉണ്ടാവും, പിന്നെ പാലൊക്കെ ഉണ്ടാവും അടിപൊളിയായിട്ട് സീസൺ അല്ലാത്ത സമയത്ത്. സാധാരണ ഇത് വിൻ്ററിലാണ് പാലക്കൊക്കെ ഉണ്ടാവുന്നത്, പക്ഷെ എന്നാലും ഓൾ സീസൺ ഹൈഡ്രോപോണിക്സിലുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ സ്വിസ് ചാർഡാണ്. പിന്നെ ബോക് ചോയി, ചൈനീസ് ക്യാബേജൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ ബ്രഹ്മി നന്നായിട്ട് വളരും, പുതിന, പിന്നെ ഇത് പാഴ്സ്ലിയാണ്. അപ്പോൾ ഇങ്ങനെ പലതരം ഐറ്റംസ്. ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ്. ആഫ്രിക്കൻ മല്ലി ഏകദേശം ഈ മല്ലിയുടെ സ്വാദാണ്. അപ്പോൾ മല്ലിയും ഇതിൽ നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് പാൽച്ചീരയാണ്. ഇതിൻ്റെ വെള്ളത്തണ്ടാണ്. സുന്ദരി ചീരയൊക്കെ ഇതിൽ നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു സെറ്റപ്പാണ്. ഇത് ഞാൻ ആക്ച്വലി തിരിഞ്ഞത് ഇതിലോട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചീരയൊക്കെ മണ്ണിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ ഈ കീടശല്യം കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ പിന്നെ ഈ നിർത്താതെയുള്ള മഴ ചീര കൃഷിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ചീര ഹൈഡ്രോപോണിക്സിലോട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഒരു ചീര നമുക്ക് എടുത്ത് നോക്കാം. ഇത് നോക്കിയേ, ഇതാണ്. ഇത് വെള്ളത്തിലാണ്. ഇത് മണ്ണ് ഒട്ടും വേണ്ട, വെള്ളത്തിൽ റൂട്ട്സ് വളരണേണ്. വെള്ളമാണ് മീഡിയം. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്യണേന് ഓൾ ത്രൂ ഔട്ട് കറണ്ടിൽ ഇത് വർക്ക് ചെയ്യും. വളരെ കുറവ് പവർ കൺസംഷനുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ സൊല്യൂഷൻസ് ആഡ് ചെയ്യും. സൊല്യൂഷൻസ് ആഡ് ചെയ്തിട്ട് ആണ് നമ്മളിത്, അപ്പോൾ ഈ പമ്പ് വെച്ച് ഇത് സർക്കുലേഷൻ വരും. അങ്ങനെയാണ് വെള്ളം ഓൾ ത്രൂ ഔട്ട് ഇതിലോട്ട് സർക്കുലേറ്റ് ആവുന്നത്. നമുക്ക് കഴിക്കുകയും ചെയ്യാം. കണ്ടോ, ഇതാണ് പോക് ചോയി. ചൈനീസ് ക്യാബേജൊക്കെ ഇതിൽ വളരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഒട്ടുമില്ല എന്നൊന്നുമല്ല. ഏതൊരു കൃഷിയെ പോലെ ഇതിലും മെയിൻ്റെനൻസൊക്കെ നല്ല രീതിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂട്ട്സ് നമ്മൾ അധികം വലുതായി കഴിഞ്ഞാൽ നമ്മളിത് ട്രിം ചെയ്ത് കളയണം. എന്നാലേ ഇത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വാട്ടർ സർക്കുലേഷൻ കുറവാകും. അത് കാരണം ഇതൊരു ചെറിയൊരു ഏരിയ ഉള്ളൂ. ഒരു 700 സ്ക്വയർ ഫീറ്റ് ഏകദേശം വരുമെന്നേ ഉള്ളൂ. അപ്പം അതിലാണ് ഈ ഹൈഡ്രോപോണിക്സ് നമ്മളിങ്ങനെ വെച്ചേക്കണത്. പിന്നെ ഇത് തിരിനന സിസ്റ്റമാണ്. അപ്പം നമുക്ക് വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പോൾ അത് തനിയെ വലിച്ചെടുത്തോളൂ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കണ്ടെയ്നേഴ്സിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ മൾബറിയാണ്. ഇതിങ്ങനെ ബ്ലാക്കായി വരുമ്പോഴാണ് നല്ല പഴുത്ത് വരുന്നത്. നല്ല ടേസ്റ്റാണ്. ചെറുതാണെങ്കിലും ഇത് കഴിക്കാം, നല്ല രുചിയാണ്. അതുപോലെ തന്നെയാണ് ഇത് ഒടിച്ചുകുത്തി നാരകമാണ്. ഒടിച്ചുകുത്തി നാരകം ഇത് ലെയർ ചെയ്ത തൈയാണ്. ഇതിന് ധാരാളം ഉണ്ടാവും, ഇങ്ങനെ കൊലകുത്തി ഉണ്ടാവും. അതുപോലെ ഇത് പിങ്ക് പേരയാണ്. പിന്നെ ബേറാപ്പിളുണ്ട്, സ്ട്രോബെറി പേരയുണ്ട്. പിന്നെ ഇത് റെഡ് അഗതിച്ചീരയാണ്. ഇത് വളർന്നു വന്നുള്ളൂ.
ഇത് സ്റ്റാർ ഫ്രൂട്ട് അഥവാ കാരംബോളാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ ഉണ്ടായി കഴിഞ്ഞതാണ്. വീണ്ടും ട്രിം ചെയ്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെയും പൂക്കണേണ്. അപ്പം ഇത് നല്ല ഒരു രുചിയാണ്. ഇത്രയും സ്വീറ്റും ഉണ്ടാവും, കുറച്ച് ലേശം പുളിയും ഉണ്ടാവും. ഇത് അതുപോലെ വെള്ള അഗതിച്ചീരയാണ്. ഒരുപാട് വലുതാവും, ഇങ്ങനെ പൊക്കം വെക്കും. പക്ഷേ നമുക്ക് അത് ട്രിം ചെയ്ത് നിർത്തിയാൽ നമ്മുടെ ആവശ്യത്തിന് കിട്ടും. ഇത് ലെയർ ചെയ്ത ആകാശവെള്ളരി തൈയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ വർഗ്ഗത്തിൽ പെടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിലത്തൊക്കെ നട്ടാൽ ഒരു 200 വർഷത്തോളം നിൽക്കും. ഇപ്പം അങ്ങനെ കാണാറില്ല, ഒരു അപൂർവമായിട്ടേ കാണാറുള്ളൂ. പക്ഷെ അത് നമുക്ക് വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യാം, ഫ്രൂട്ടായിട്ട് യൂസ് ചെയ്യാം ഈ ആകാശവെള്ളരി. പിന്നെ ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്, നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞക്കൂവല്ല. ഇത് നമ്മുടെ മുഖത്തെ പാടും നല്ല ഭംഗിയൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യണ സംഭവമാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വലുതായിട്ട് ഇങ്ങോട്ട് വീണ് കിടക്കുമ്പോഴായിരിക്കും ഇതിൽ നിന്ന് ഫ്രൂട്ട്സ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ ഇതൊക്കെ റെഡ് വെണ്ടയാണ്. പിന്നെ വയലറ്റ് ക്യാബേജ് എന്നും പറയാം, റെഡ് ക്യാബേജ് എന്നും പറയേണ്ട ആൾക്കാർ. എന്തായാലും ഇത് ബ്രൊക്കോളിയാണ്. ശീതകാല പച്ചക്കറികളാണ് ഇതിൽ മൊത്തം ഞാൻ ഇട്ടേക്കണത്. കെയിലൊരു ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 2-2.5 വർഷമായി ഈ കെയിൽ. ഇത്രയും പഴകിയ മുത്തശ്ശി കെയിലാണ് ഞാനിത് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൽ നിന്ന് തൈ വന്നുണ്ട്. അപ്പോൾ ഈ തൈക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചേക്കണത്. അപ്പോൾ ഇതങ്ങോട്ട് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഹൈഡ്രോപോണിക്സിൽ ഞാൻ വെച്ച് അങ്ങനെ തൈകൾ ഉണ്ടാക്കും. ഇതാണ് അവിടെ നിന്നൊക്കെ പറക്കിയെടുത്ത നമ്മൾ അടർത്തിയെടുത്ത തൈയുടെ കുഞ്ഞ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് റൂട്ട് വരും, നമ്മളിതിൽ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഇത് ഇത്രയും കൂടി വലുതായി കഴിഞ്ഞാൽ ഞാൻ 2 കണ്ടെയ്നറിൽ നടും. അപ്പോൾ അങ്ങനെ 2 കെയിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടി വെച്ചേക്കണേണ് മുത്തശ്ശിക്കയിൽ. ഇത് പൂടപ്പഴമാണ്, ഈ മൂക്കൂട്ടപ്പഴം എന്നൊക്കെ പറയും. പാഷൻ ഫ്രൂട്ട് തന്നെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഒരു ചെറിയ ഭയങ്കര ചെറുതാണ്, പക്ഷെ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. നമ്മുടെ പറമ്പുകളിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്നിരുന്നു ഇഷ്ടംപോലെ. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീര ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിന് വെച്ചതാണ്. അപ്പോൾ ഈ നല്ല വെയിലാണല്ലോ മുള്ളി, അപ്പോൾ നല്ല വെയിലത്ത് എത്രത്തോളം റെഡ് ആവുമെന്നും പറഞ്ഞ് നോക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ശരിയാണ്, നല്ല വെയിലിൽ നല്ലോണം റെഡ് ആവണുണ്ട്. ഇത് അതുപോലെ തന്നെ ഈ പൈനാപ്പിൾ പിടിച്ചു നോക്കിയാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ പൈനാപ്പിൾ പിടിക്കാൻ പറ്റുമോ ഇങ്ങനെ? ഇല്ല. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിളാണ്. അതാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു മുള്ളില്ല, ഒന്നുമില്ല, മുള്ളില്ല. അപ്പോൾ ഇത് ഏലക്കായാണ്. ഇതൊരു പരീക്ഷണമാണ്, അറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന്. നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ മഞ്ഞ പൂക്കൾ എപ്പോഴും വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ പരാഗണത്തിന് നല്ലതാണ്, ഭംഗിയും ഉണ്ടല്ലോ. അപ്പം അത് കാരണമാണ് ഇതൊക്കെ വെക്കണം. പിന്നെ പലതരം തുളസികളുണ്ട്. അതായത് വിക്സ് തുളസിയാണ്, നല്ല മണവും സ്വാദവും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് സൗഹൃദ ചീര. ഇവിടെ പലതരം ചീരകളാണ് കൂടുതലും ഉള്ളത്. വെങ്ങേരി വഴുതന. പിന്നെ ഇത് നമ്മുടെ ദില്ല്, ഇത് പച്ചമാങ്ങയുടെ ടേസ്റ്റാണ്. നോർത്തിലൊക്കെ ഇഷ്ടംപോലെ ഇത് കറികളിലൊക്കെ ഇടും. നമ്മുടെ ഇവിടെ അത്ര അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല ആൾക്കാർ. എന്നാലും ഇപ്പോൾ പൊതുവെ ആൾക്കാർ വന്ന് അറിയണുണ്ട്. ഇതൊക്കെ ഒരു നമുക്ക് മുമ്പിൽ വീട് മുറ്റത്തൊക്കെ ഒരു ഡിസൈനിങ് സംഭവമായിട്ടൊക്കെ വെക്കാം. നമ്മൾ വലിയ കന്നാസ് കട്ടൊക്കെ ചെയ്തെടുത്ത് ഇവിടെ വലിയ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചൊക്കെയാണ്. ഇത് മാവാണ്. അപ്പം ഇതിൻ്റെ ഇത് വന്ന് കഴിയുമ്പോൾ മാങ്ങ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തണേണ്. എല്ലാം ഈ ഒരു ഹൈറ്റിൽ നിർത്തണേണ്. സപ്പോട്ട, ആത്തച്ചക്ക എല്ലാം അങ്ങനെയാണ്. പിന്നെ ഇത് സ്റ്റാൻഡ് ഞങ്ങൾ ഇതിനായിട്ട് പണിതതാണ്. അപ്പം എന്തായാലും വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ഉറപ്പിന് നമ്മൾ സ്റ്റാൻഡ് പണിതതാണ് അങ്ങനെ. പിന്നെ ഇവിടെ തിരുനനയും വെച്ചിട്ടുണ്ട്. ഇത് എന്തായാലും നമ്മൾ കഴിയുന്നതും നമ്മളെപ്പോഴും വെക്കുമ്പോൾ നമ്മുടെ ടെറസിൻ്റെ ഫ്ലോറിൽ നിന്ന് കുറച്ച് ഉയർന്ന് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ താഴെ എന്തെങ്കിലും ഇഷ്ടികയോ അല്ലെങ്കിൽ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ 4 ചിരട്ടയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വെക്കുകയാണ് ഏറ്റവും അഭികാമ്യം. ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡാണ്. അപ്പോൾ വൃത്തിയിൽ കാണാനും ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് താഴെയൊക്കെ അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഒക്കെ നമുക്ക് അടിക്കാനൊക്കെ എളുപ്പമായിട്ട് ഇരിക്കും. എന്തായാലും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം. എന്നാലേ കീടങ്ങളുടെ ശല്യം ഒക്കെ കുറയുള്ളൂ.
അവിടെയാണ് ഞങ്ങൾ ഇതൊക്കെ വെച്ചേക്കുന്നത്. സ്റ്റാൻഡും പണിതിട്ടുണ്ട്, പിന്നെ ഈ നമ്മുടെ തിരുനനയും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രോപോണിക്സും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. കൃഷി ഏത് രീതിയിലാണ് കൂടുതൽ നമുക്ക് വിളവ് കിട്ടുക അതനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ അത് കാരണം ആണ് ഇപ്പോൾ ഈ ഇലവർഗ്ഗങ്ങളും എക്സോട്ടിക് വെജിറ്റബിൾസും ഒക്കെ നമ്മൾ സാധാരണ ഗ്രോ ബാഗിൽ വെച്ചാൽ അത്ര നമുക്ക് ഈൽഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ ഹൈഡ്രോപോണിക്സ് പരീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ലല്ലോ, അതാണ് ഈ വലിയ കന്നാസിലും ഇതിലൊക്കെ നട്ടേക്കണത്. നമുക്ക് ഇത്രയൊക്കെ മതി, ധാരാളം. ഒരു ചെറിയ ഫാമിലിക്ക് ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വർഷം തോറും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കിട്ടാൻ യാതൊരു വിഷമമൊന്നുമില്ല. ഇത് നമ്മുടെ ഏറ്റവും മുകളിൽ ഇപ്പോൾ കണ്ട ടെറസിൻ്റെ താഴ്ഭാഗമാണ്. അപ്പോൾ സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസിലും ഞാനിപ്പോൾ ചട്ടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, കാണാമല്ലോ. ഇതൊക്കെ ഓരോന്ന് യൂസ് ചെയ്യണം. ഇത് ഇറ്റാലിയൻ ബേസിലാണ്, എനിക്ക് നല്ല സ്മെല്ലും ഹെർബ്സാണ്. പലതരം തുളസിയൊക്കെ ഉണ്ട് ഇവിടെ. ഇറ്റാലിയൻ ബേസിൽ, ലൈം ബേസിൽ, പിന്നെ ആലോവേറയൊക്കെയാണ്. അതൊക്കെ അയ്യപ്പാന, പിന്നെ നമ്മുടെ മണിത്തക്കാളി, ഇതൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ട് ഇവിടെ. പിന്നെ ഇത് താഴേന്ന് ഒരു ഇത്തിരി പോകുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് വന്ന വള്ളിച്ചീരയാണ്. ഇത് ചുമപ്പുണ്ട്, പച്ചയുണ്ട്. ഇതിൻ്റെ സീഡ്സാണ്. ഈ സീഡ്സ് വെച്ച് നമുക്കൊരു നല്ല കളറുള്ള ജ്യൂസ് ഉണ്ടാക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷകാലത്തും ചീര ഓൾ ത്രൂ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പപ്പടച്ചീരയെന്നും ഇതിന് പറയാം. പിന്നെ ഇതിപ്പോൾ ട്രിം ചെയ്ത് നിർത്തിയേക്കണേണ് കോവൽ. എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ കിട്ടും. ഇപ്പോൾ ഇഷ്ടംപോലെ കോവലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഈ ഒരു താഴെ ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ട്. അവിടുന്ന് പടർത്തി വിടണേണ് ഈ കോവലും പാഷൻ ഫ്രൂട്ട്. പിന്നെ ഒരു കാച്ചിൽ ഉണ്ട്. അതാണിപ്പോൾ ഈ ഉണങ്ങിയിരിക്കണ കാച്ചിൽ ഇത് കാണുന്നത്. കുറച്ച് ഞാനെടുത്ത്, കുറച്ച് അവിടെ ഉണ്ട് ഇനിയും. ഇതും ഇതുപോലെ തന്നെ വെറൈറ്റി മുളകുകളാണ്. കുറേ ഉണ്ട്. ഭാസ്കര മുളക്, ഈ പറഞ്ഞ പോലെ ഭൂജലോക്കിയ, ബ്ലാക്ക് കാന്താരി, വയലറ്റ് കാന്താരി, സാധാരണ നമ്മുടെ പച്ചക്കാന്താരി എന്ന് വേണ്ട മുളകുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഇവിടെ ഉണ്ട്. ഇത് സ്ട്രോബെറിയാണ്. എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു ചേച്ചി കൊണ്ടുവന്ന് തന്നതാണ്. ഇത് സൺചോക്ക് എന്നും പറഞ്ഞൊരു കിഴങ്ങാണ്. ഇത് വിദേശി ഇനമാണ്. ഇവിടെയും ഇപ്പോൾ കുറച്ച് കൃഷി ചെയ്ത് വന്നുണ്ട് സൺചോക്ക്. ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവും, ഏകദേശം ഒരു സൺഫ്ലവർ പോലത്തെ നല്ല ഭംഗിയുള്ള മഞ്ഞ ഫ്ലവറാണ്. നല്ല ടേസ്റ്റുമാണ് ഇത്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചാൽ. അതായത് വിക്സ് തുളസിയാണ്. നമുക്ക് ഈ കോൾഡൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഈ ഇതിൽ ചായയിലൊക്കെയാണ് ഞാൻ ഇട്ട് കഴിക്കാറുള്ളത്. ചിലർ പറയും ഇതൊക്കെ ഇട്ട് ആവി പിടിക്കാമെന്ന്. പിന്നെ ഇത് സ്റ്റീവിയാണ്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല മധുരമാണ്. അപ്പോൾ ചിലർ ഇത് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്കത് ഇട്ട് ചായക്കോ അല്ലെങ്കിൽ വല്ല മധുരത്തിനൊക്കെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് കഴിക്കാം. ഇത് ഭാസ്കര മുളകാണ്. നല്ല എരിവും ഒരുപാടുണ്ടാവുന്ന ഒരു സൈസ് മുളകാണ്. ഇത് പൊന്നാങ്കണ്ണി ചീര. ഇതിപ്പോൾ അധികം വെയിൽ ഇവിടെ ഇല്ല, അപ്പം അങ്ങനെ പച്ച തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് നല്ല വെയിലത്ത് കൊണ്ടുപോയാൽ ചുമപ്പ് വരുമോ എന്നുള്ള ഒരു പരീക്ഷണം നടക്കണം. ഇത് റോസ്മേരിയാണ്. ഇത് ഹോട്ടൽസിലൊക്കെ നല്ല ഡിമാൻഡുണ്ട്. നമുക്ക് ബിരിയാണിയിലും പിന്നെ വേറെ ഫുഡ് ഐറ്റംസിലൊക്കെ ഇടാം. നല്ല സ്വാദും നല്ല മണവും തരുന്നൊരു ചെടിയാണ്. ഇത് ബ്ലാക്ക് മുളകാണ്. മറ്റ് കാന്താരി ആയിരുന്നില്ലേ. ഇത് നമ്മുടെ സാധാരണ നീളത്തിലുള്ള ബ്ലാക്ക് മുളകാണ്. നല്ല എരിവ് ഇതിനും ഉണ്ട്. കെയിലാണ്. മറ്റേത് നമ്മൾ കണ്ടത് കർലി കെയിലാണ്. ഇത് നമ്മുടെ പ്ലെയിൻ കെയിലാണ്. ഇത് ഏകദേശം ആ ടേസ്റ്റൊക്കെ തന്നെയാണ്. സൂപ്പ്, സാലഡ് ഇതിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഇതിൻ്റെ ഇല. ഇതൊക്കെ നിങ്ങൾ ഈ കാണുന്ന ചാക്കിൽ ഇവിടെ അടിച്ചു വരുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാക്കിൽ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ ഞാൻ ചാണകം കലക്കിയതാ അല്ലെങ്കിൽ ഇങ്ങനെ വളം കലക്കിയതോ ഒഴിച്ചു വെക്കും. എന്നിട്ട് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അഴുകാൻ തുടങ്ങും. എന്നിട്ട് ഇത് എടുത്ത് വാരിയെടുത്ത് ഞാൻ ഗ്രോ ബാഗിലൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു റൂമിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഇതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നീട് ഈ കൃഷിപ്രാന്തൊക്കെ ആയപ്പോൾ ഇത് ഇങ്ങനെയായി. സ്റ്റാൻഡൊക്കെ വെച്ച് ഒരു പച്ചക്കറികളൊക്കെ നട്ട് ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ചെയ്തു.
നമ്മുടെ ചീരച്ചേമ്പില്ലേ, നമ്മൾ സാധാരണ കാണുന്ന ചീരച്ചേമ്പിൻ്റെ വയലറ്റ് ചീരച്ചേമ്പാണിത്. ഇതങ്ങനെ പൊതുവെ കാണാറില്ല. ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടോ, വയലറ്റാണ്. പിന്നെ ഇത് സുന്ദരിച്ചീര, പിന്നെ നമ്മുടെ മണിത്തക്കാളി, പലതരത്തിലുള്ള മുളക്. ഇത് മുന്തിരി മുളക്, ഇത് ബ്രൊക്കോളിയാണ്, ഇത് പൊന്നാരി വീരൻ, പിന്നെ ഇത് രാമച്ചോണ്. ഇതിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം തിളപ്പിക്കാനൊക്കെ ആയിട്ട്. ഇതുപോലെ തന്നെ പലതരം മുളക്. ഇത് മണിത്തക്കാളിയാണ്. നമുക്ക് ഈ അൾസറിനൊക്കെ നല്ലതാണെന്ന് പറയും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ്. പിന്നെ കഴിക്കാനും നല്ല ഇതാണ്. ഇവിടെ കിളികളും കുട്ടികളും ആണിത് ധാരാളം കഴിക്കുന്നത്. ഇത് വേറൊരു വെറൈറ്റി ചീര. ഇത് ഒരു പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞത് പിന്നെയും നട്ട് പിന്നെയും മുളക്കണയാണ് ഇതൊക്കെ. ഇത് വെള്ളത്തണ്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഇങ്ങനത്തെ ചീര. പാൽച്ചീര എന്ന് പറയും. ഇത് ആനമുത്തിലാണ്. ഇതിൻ്റെ നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലതാണെന്ന് പറയും. ഇത് നമ്മുടെ ദില്ലി, ഈ പറഞ്ഞ പോലെ പച്ചമാങ്ങയുടെ സ്വാദാണ്. ഇത് മയിൽപ്പീലി ചീര. ഈ ഒരു സീസൺ നമുക്ക് ചീരക്ക് നല്ലതാണ്. അപ്പോൾ ഇഷ്ടം പോലെ പലതരത്തിലുള്ള ചീര ഞാൻ നടാണ്ട് തന്നെ ഇപ്പം കിളിർത്ത് തനിയെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ. വീട് നിറച്ചും കൃഷിയാണ്. ഹസ്ബൻഡ് പറയാറുണ്ട് ഇനി നമുക്ക് ബെഡിൻ്റെ അടിയിലും കൂടി വെക്കാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു റൂം നമുക്ക് പിന്നീട് പണിയാന്ന് പറഞ്ഞ് വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെയാണ് ഞാൻ ഈ സ്റ്റാൻഡൊക്കെ പുള്ളിനൊന്ന് സോപ്പിട്ട് ഒക്കെ ശരിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെയുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഏറ്റവും മുകളിൽ ടെറസിൽ പോണ വഴിയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ വീട് നിറച്ചും ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സ് ചെടികളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ പറയണം ഇതെന്താണ് രൂപ, അതിൻ്റെ വീട്ടിൽ വേറെ ഒന്നുമില്ലേ കാണാനായിട്ട്? ഫുള്ള് എവിടെ തിരിഞ്ഞാലും ഈ ചെടികളും പച്ചക്കറികളും ഈ ഫലവൃക്ഷങ്ങളും ഒക്കെയാണല്ലോ എന്നാണ് എപ്പോഴും പറയാറ്. ഇതാണ് എൻ്റെ ഈ 100 സ്ക്വയർ മീറ്റർ മഴമറയാണ്. അപ്പോൾ ഈ ശീതകാല സമയത്ത് ഞാനിത് ഫുള്ള് മാക്സിമം ശീതകാല പച്ചക്കറികൾക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പലതരം ക്യാബേജുകൾ, പിന്നെ കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെയാണ്. ഇതൊക്കെ നമ്മുടെ വിളവെടുപ്പ് എടുക്കാനൊക്കെ ആയി കഴിഞ്ഞതാണ്. എന്തായാലും ഈ ഭംഗി കണ്ടിട്ട് ഞാനങ്ങോട്ട് വെച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും നമുക്കിപ്പോൾ എടുക്കാം. നമുക്ക് കോളിഫ്ലവർ നാളത്തെ കറിക്ക് നമുക്ക് കിട്ടി. നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഇലകളും ഒക്കെ കറി വെക്കാം. പക്ഷേ ഇവിടെ ഓൾറെഡി ഇലവർഗ്ഗങ്ങൾ ഇത്ര ധാരാളം ഉള്ള കാരണം ഞാനിപ്പോൾ എടുക്കണില്ല. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ എടുത്തു. അപ്പോൾ നമുക്ക് ഇന്ന് കോളിഫ്ലവർ ഞാൻ വിളവെടുത്ത്. അപ്പോൾ ഇത് ഈ 100 സ്ക്വയർ മീറ്റർ മഴമറയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-3.5 വർഷമായി കാണും. അടുത്തുള്ള കൃഷിഭവൻ വഴിയാണ് എനിക്കിത് സബ്സിഡി വെച്ച് കിട്ടിയത്. അപ്പം ഇവിടെയാണ് ഞാൻ സാധാരണ എല്ലാ പച്ചക്കറികളും ഇവിടെ തന്നെയാണ് നടാറ്. പിന്നെ ശീതകാല പച്ചക്കറി ആയപ്പോൾ അതാണ് കൂടുതലും ഞാൻ ശീതകാലത്തിൽ നടാറുള്ളത്. ക്യാബേജും കോളിഫ്ലവറും ഒക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ അത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 വർഷത്തോളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും വിപുലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പണ്ടേ തൊട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഇതിപ്പോൾ വലിയ കോളിഫ്ലവറൊക്കെയാണല്ലോ കിട്ടിയത്. അപ്പോൾ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു തണ്ടും ചെടിയുമാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ നിലനിർത്തി കഴിഞ്ഞിട്ട് ഈ തണ്ടിൽ നിന്ന് ഇതിൻ്റെ തൈകൾ വരും. ആ തൈ എടുത്തിട്ട് ഞാൻ പിന്നെയും ഓൾ ദ ഇയർ റൗണ്ട് നടും. പക്ഷേ ഇത് വലിയതായിട്ടൊന്നും വലിയ ഫ്ലവറൊന്നും ആവില്ല ഓൾ ത്രൂ ഔട്ട്. പക്ഷെ നമുക്ക് വീട്ടാവശ്യത്തിന് അത് ധാരാളം. അതിൻ്റെ തണ്ടിൽ നിന്നുള്ള തൈകൾ ഞാൻ വീണ്ടും നട്ടിട്ടാണ് മൊത്തം വർഷത്തേക്ക് സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് കോളിഫ്ലവർ കിട്ടുന്നത്. ഇത് റെഡ് ക്യാബേജാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. കൂടുതലും ഞാൻ ഇപ്പോൾ കുട്ടികൾ വഴക്ക് പറയാറുണ്ട്, എന്താണ് അമ്മ എടുക്കാത്തത്, ഈ സമയമായല്ലോ. പക്ഷെ കാണുമ്പോൾ ആ ഒരു മനസ്സിന് സന്തോഷമല്ലേ, അത് വേറൊരിടത്തും കിട്ടില്ല. അത് കാരണം ആണ് ഇതൊക്കെ ഇങ്ങനെ നട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരുപാട് സന്തോഷം. എന്തായാലും ഇത്തവണത്തെ പുതിയ പരിപാടി ഒരു പരീക്ഷണം ചെയ്തത് എന്ന് പറഞ്ഞാൽ ടവർ ഫാമിംഗ് ആണ്. അത് വലക്കൂട് കൃഷി എന്ന് പറയാം. ഇത് റാഡിഷാണ്. റാഡിഷ് ഞാൻ നോക്കിയതാണ്, എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിടിച്ചിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ട്.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വല കൂട് മേടിച്ചിട്ട് അതിൽ ഈ ഗ്രീൻ നെറ്റ് കെട്ടി അതിൻ്റെ ഉള്ളിൽ മണ്ണും വളവും ചകിരിച്ചോറും ഒക്കെ നിറച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്, ഹോളിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്താൽ എല്ലായിടത്തും എത്തുകയും ചെയ്യും, താഴെ വരെ. അതാണ് ഇതിൻ്റെ ഉള്ള ഒരു രീതി. ഇതേവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഇതിലുള്ള പോരായ്മകൾ വല്ലതും ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണം അടുത്ത തവണ കൃഷിക്ക് ഇതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് പ്രാവർത്തികമാക്കാൻ. ഇതുപോലെ തന്നെ വൾക്കൂട് കൃഷിയാണ്. ഇതിൽ ക്യാബേജാണ് കൂടുതലും നട്ടേക്കണത്. ഇടയ്ക്കൊരു കോളിഫ്ലവറൊക്കെ ഉണ്ടെന്ന് തോന്നണം. അപ്പം ഇതൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇപ്പം ചെറിയൊക്കെ ഹെഡ് ഫോം ആവണ ഒരു സിറ്റുവേഷനായിട്ട് വന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഇതുപോലെ തന്നെ വെള്ളവും വളവും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുറമേ ഇടയ്ക്കൊക്കെ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഒന്ന് നനച്ചൊക്കെ കൊടുക്കാറുണ്ട് പുറം എല്ലായിടത്തും. അപ്പോൾ ഇതും ഇതുപോലെ അല്ല, ഇത് പിടിക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി 12-12:30 ആവുമ്പോഴും ഞാൻ വരും. അപ്പോൾ ആൾക്കാർ വല്ലവരും കാണുകയാണെങ്കിൽ എന്താ വിചാരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് വന്നില്ലെങ്കിൽ ഒച്ച് വരില്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും ഇതുങ്ങൾ പുറത്തിറങ്ങില്ല. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഞാൻ ഈ ഒച്ചിന് ഒരു പഴയ കത്രികയുണ്ട്, അതൊക്കെ നോക്കി അതിനെ പിടിച്ച് എടുത്ത് കൊല്ലുകയാണ് പതിവ്. എല്ലാം എന്ന് പറഞ്ഞാൽ ക്യാബേജ് മൊത്തം നശിപ്പിച്ചിരുന്നു. ആദ്യത്തെ റൗണ്ട് ക്യാബേജൊക്കെ ഫുള്ള് നശിപ്പിച്ചു. പിന്നെ പല ഇതൊക്കെ ട്രൈ ചെയ്ത് ഇപ്പം ബിയർ ബോട്ടില അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ കുറേ നാട്ട് അറിവുകളൊക്കെ ഞാൻ പ്രയോഗിച്ചു, പക്ഷെ ഒരു ഇതുണ്ടായില്ല. പിന്നെ സ്നെയിൽ കില്ല് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ രക്ഷപ്പെട്ടത്. അപ്പോൾ എനിക്ക് 12 മണിക്ക് വരാൻ പിന്നീട് ആവശ്യം വന്നിട്ടില്ല. ഇതൊന്ന് കൂർക്ക കൃഷി ചെയ്യാനായിട്ടുള്ളൊരു സെറ്റപ്പാണ്. സാവധാനം ചെയ്ത് നോക്കണേണ്. ഇത് ഉള്ളിത്തണ്ടാണ്. ഇതൊക്കെ നമുക്ക് തോരൻ ഉണ്ടാക്കാം, മുട്ടയിട്ട് തോരൻ ഉണ്ടാക്കാം, വെറുതെ തേങ്ങ വെച്ചൊക്കെ തോരൻ ഉണ്ടാക്കാം. അപ്പം ഇതാണ് ഞാൻ സെറ്റപ്പ് ചെയ്യണത്. ഇനി ഓരോന്ന് പരീക്ഷിച്ച് നോക്കണം എല്ലാം എത്രത്തോളം ആവുമെന്ന്. ഇത് കരിമ്പാണ്. ഇതും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നട്ടതാണ്. നോക്കട്ടെ എന്താവുമെന്ന്. ഇത് നമ്മുടെ കിളിക്കിച്ചെടിയാണ്. ഇത് പരാഗണത്തിനൊക്കെ നല്ലതാണ്. ഇഷ്ടം പോലെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് പറയണത്. ബട്ടർഫ്ലൈസ് നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലിവിടെ ഇത്തിരി ഞങ്ങൾ തേനീച്ചയും മേടിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും അടുത്ത് തന്നെ. അപ്പം പണ്ടൊക്കെ ഇഷ്ടംപോലെ പരാഗണം നടന്നിരുന്നു. പക്ഷെ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും മതിലുകളും ഒക്കെ ആയപ്പോൾ അത്രക്കങ്ങോട്ട് പണ്ടത്തെ പോലെ പരാഗണം നടക്കണില്ല. അപ്പോൾ ആ സമയത്ത് ഈ ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സൊക്കെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ബട്ടർഫ്ലൈസ് വരാനും പോളിനേഷൻ നടക്കാനും ഒക്കെ ഒത്തിരി സഹായിക്കും. ഇത് നമ്മുടെ ഗ്രാമശ്രീ കോഴികളാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടോ. ആ മുട്ട ഇട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ കൊത്തൊന്നുമില്ല. അങ്ങനെ മുട്ടയൊക്കെ നമുക്കിങ്ങനെ കിട്ടും. ഒരുപാട് നമുക്കിപ്പോൾ വീട്ടാവശ്യത്തിന് ഈ ഒരു 5 കോഴിയൊക്കെ ഇപ്പോൾ ധാരാളം. അത് വെച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ തന്നെ കിട്ടുന്നുണ്ട്. കുറച്ചൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സെൽഫ് സഫിഷ്യൻസി ഇൻ എഗ്സ് കിട്ടി. മുട്ട നമുക്ക് ആവശ്യത്തിനുണ്ട്. പിന്നെ ഇത് അക്വപോണിക്സ് ആണ്. മീനും ഞങ്ങൾ കഴിക്കണ കാരണം മീൻ നമുക്ക് എങ്ങനെയാണ് വിഷരഹിതമായിട്ട് കിട്ടുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അക്വപോണിക്സ് സെറ്റപ്പ് ചെയ്തത്. പിന്നെ ഈ ടൊമാറ്റോ വെള്ളരി വർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധാരണ മണ്ണിൽ നടുമ്പോൾ വിളവൊക്കെ കിട്ടാറുണ്ട് സീസൺ ടൈമിൽ. പക്ഷേ അത് ഇല്ലാത്ത സമയത്ത് അത്ര അങ്ങോട്ട് ടൊമാറ്റോയിൽ കിട്ടാറില്ല. അത് കാരണം അതിനാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അക്വപോണിക്സിൽ ടൊമാറ്റോയും വെള്ളരി വർഗ്ഗങ്ങൾ നട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് മീനും എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അക്വപോണിക്സ് സെറ്റപ്പ് ചെയ്തത്. ഒരു സെക്കൻഡ് ഹാൻഡാണ് മേടിച്ചേക്കണത്. അതിനിപ്പോൾ പെയിൻറ്റ് ചെയ്യാനും വേറെ ഇത്തിരി പടർത്തി വിടാനൊക്കെ സ്റ്റാൻഡൊക്കെ സെറ്റപ്പ് ചെയ്യാനൊക്കെ ഇത്തിരി സാവധാനം നമ്മൾ അതിൻ്റെ പുറകെ പോവും. പക്ഷേ ആദ്യം ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് ഇതിൻ്റെ ഗുട്ടൻസ് ഒന്ന് പിടികിട്ടിയിട്ട് നമുക്ക് അടുത്ത എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തെലപ്പിയാണ് ഇട്ടേക്കണത്. കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഈ വല്ലാർപാടം ഹാച്ചറിയിൽ പോയി മേടിച്ച ഒരു 50 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ളൂ. ഇനി അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി എല്ലാം ചെയ്ത് പരീക്ഷിച്ച പോലെ ഇതും നന്നായി തീരും എന്നുള്ളൊരു
ആത്മവിശ്വാസം. വളം ഞാൻ ഉപയോഗിക്കുന്നത് മൊത്തം ജൈവം തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് അത് മതിയല്ലോ. അപ്പോൾ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് ജൈവ സ്ലറിയാണ്. എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് പുളിപ്പിക്കും. ഒരു 5 ദിവസം പുളിപ്പിക്കാൻ വെക്കും. എന്നിട്ട് അത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ സ്യൂഡോമോണാസും തളിക്കാറുണ്ട് 2 ആഴ്ചയിലൊരിക്കൽ. പിന്നെ ഉള്ളത് നമ്മുടെ കോഴിയുടെ കാഷ്ടമുണ്ട്. കോഴിയുടെ കാഷ്ടം നമ്മൾ മണ്ണൊക്കെ ഈ ഇളക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കും. അതാണ് മെയിനായിട്ടും കൂടുതൽ. ഇപ്പോൾ കോഴി ഉള്ള കാരണം കോഴിക്കാഷ്ടമാണ് ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ കരിയില ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ കരിയില കമ്പോസ്റ്റാക്കി ഞാൻ അതും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ. പിന്നെ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റുന്നതും നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സംവിധാനം ഈ തവണ പഞ്ചായത്ത് നമുക്ക് സബ്സിഡിയിൽ തന്നിട്ടുണ്ട്. അതും ഉപയോഗിക്കാറുണ്ട്. ഗ്രോ ബാഗിന് ഉപയോഗിക്കാറുണ്ട് നിലത്ത് നടുമ്പോൾ. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വളം. എൻ്റെ കൃഷി രീതി എന്ന് വെച്ചാലേ ഇവിടെ ഒരിക്കലും ആരെങ്കിലും വന്നാൽ ഒരേ രീതിയിൽ ഹാർവെസ്റ്റിന് തയ്യാറായി നിൽക്കുന്ന സാധനങ്ങളൊന്നും കാണില്ല. പല ടൈമിലുള്ള സാധനങ്ങളെ കാണുള്ളൂ. ഇപ്പോൾ 3-4 ഇപ്പം തന്നെ കോളിഫ്ലവർ ഇപ്പോൾ കണ്ടില്ലേ, ഒരു 3-4 എണ്ണം ഉള്ളൂ വിരിഞ്ഞ് നിൽക്കണത്. പിന്നെ കാണുന്നത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിരിയാനുള്ളത്. ഇതൊക്കെയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരേ അളവിലല്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീട്ട് ആവശ്യത്തിനുള്ള സാധനം ഉത്പാദിപ്പിക്കാനാണ്. അപ്പോൾ എനിക്ക് ഒന്നിച്ച് ഇത്രയും കോളിഫ്ലവറോ ക്യാബേജോ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു ടൈം സ്പേസിങ് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പച്ചക്കറി നമ്മളിപ്പോൾ ഇത്തിരി ഗ്രോത്തൊക്കെ ആയി അത് പൂടാനുള്ള ഒരു സമയമായി നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ അടുത്തത് പാകണം. അടുത്തത് പാകിയിട്ട് പിന്നെ അത് നറക്കാനുള്ള ഗ്രോ ബാഗും മണ്ണും ഒക്കെ അതിനനുസരിച്ച് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ പാകി അത് വലുതായി വരുമ്പോഴേക്കും ഇവിടെ വിളവ് കഴിയും. ഇവിടെ ഒരു 2-3 പ്രാവശ്യം ഈ പച്ചക്കറിയുടെ വിളവ് കഴിയും. അപ്പോൾ മറ്റേ തൈ നമ്മൾ വെച്ചത് വലുതായി അത് വിളവെടുക്കാൻ പാകമാവും. അപ്പോൾ ഇറ്റ്സ് ഓൾ റൗണ്ട് പ്രോസസ്സ്. നമ്മളിപ്പോൾ ഓരോരുത്ത് അനങ്ങാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇത് വലുതായി വരുമ്പോഴേക്കും മറ്റത് സെറ്റപ്പ് ചെയ്യണം, മറ്റേതിൻ്റെ മണ്ണൊരുക്കണം, ഇത് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യണം, ഈ ഇവിടുത്തെ മണ്ണ് കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്യണം, ഇവിടെ വളങ്ങൾ വെച്ച് നനച്ച് തുടങ്ങണം. ഇങ്ങനെ അങ്ങാട് പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു നമ്മൾ കൃഷി രീതി അവലംബിച്ചാൽ നമുക്ക് ഫുൾ ഇയർ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അല്ലാണ്ട് മഴയാണ് കൃഷി ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കാലാവസ്ഥയിൽ പറ്റില്ല, പിന്നെ മഴ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, അങ്ങനെയൊന്നും ഒരു ഇതില്ല. എല്ലായ്പ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ മനസ്സ് വേണം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ടും ഒരുപാട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ കഴിയുന്നതും ഈ നമ്മുടെ നെയ്ബേഴ്സിനും നമ്മുടെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാറാണ് പതിവ്. പിന്നെ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറാണ്, വിലക്ക് കൊടുക്കും. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഇത്രയൊന്നും സ്ഥലവും വേണ്ട. ശരിക്കും കുറച്ച് സ്ഥലത്ത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ എല്ലാവരും നടാവുന്നതാണ്. അതിനു വേണ്ടി കുറച്ചൊരു സമയവും മെനക്കെടാനുള്ള ഒരു മനസ്സും വേണം. അപ്പോൾ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഓരോരോ സ്ഥലത്തിന് യോജ്യമായ രീതിയിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം, എപ്പോഴും നനയ്ക്കണമെന്നൊന്നുമില്ല. ഇത് ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഫോണിലായിട്ട് കണക്ട് ചെയ്തേക്കണ ഒരു സംവിധാനമുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ അത് ഓൺ ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് ഡ്രിപ്പ് ഓൺ ആവും. അപ്പോൾ ഇവിടെ വെള്ളം വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ തിരിനന ഞാൻ ടെറസിൽ വെച്ചേക്കണത്, ടെറസിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും തന്നെ ചെടികൾക്ക് യാതൊരു കുഴപ്പവും വരില്ല. തിരി കൊണ്ട് തന്നെ ആ ഒരു ഇത് വലിച്ചെടുക്കും ചെടികൾ. അങ്ങനെ കുറേ സംവിധാനങ്ങൾ നമുക്ക് തന്നെ ഒരുക്കാവുന്നതാണ്. ഓരോ വീടിൻ്റെയും ഓരോ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് ഉണ്ട്, അത് വെള്ളത്തിൽ നിന്ന് വരുന്ന, അതിൽ സോയിൽ ആവശ്യമില്ല. അപ്പോൾ മണ്ണില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഹൈഡ്രോപോണിക്സ് ട്രൈ ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെയൊക്കെ ആവശ്യം വന്നത്, ഇപ്പോൾ എന്തോരം സംഭവങ്ങളാണ് മീനിലൊക്കെ അടിച്ച് വന്നത്. അപ്പം അക്വപോണിക്സ് പോലത്തെ
ഭാഗത്തുള്ളൊരു സംവിധാനം നമ്മൾ സെറ്റപ്പ് ചെയ്താൽ മീനും കിട്ടും, അതിൻ്റെ മുകളിൽ നമുക്ക് പച്ചക്കറിയും നടാം. അപ്പോൾ ഇത്തവണ ഞാൻ ടവർ ഫാമിങ് സെറ്റപ്പ് ചെയ്ത്, അപ്പോൾ അതും തീരെ കുറച്ച് സ്ഥലം മതി. ഇപ്പോൾ 10-25 കോളിഫ്ലവർ ആ ഒരു ഒറ്റ ടവർ ഫാമിങ്ങിൽ ഞാൻ നട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് വായിച്ച് അറിയണം, ഇതിനെക്കുറിച്ച് കൂടുതൽ കൃഷി ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിക്കണം, ഗ്രൂപ്പുകളിൽ നമ്മൾ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആർജിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മുന്നേറാൻ പറ്റും. ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ എല്ലാ കാര്യത്തിനും ഈ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും മാർക്കറ്റിൽ ഓടേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് രൂപ ജോസ് എന്നാണ്. ഞാൻ ആക്ച്വലി കുറേ നാൾ ഹോസ്പിറ്റൽ ഫീൽഡ്, പിന്നെ എഡ്യൂക്കേഷൻ ഫീൽഡ് ആസ് എൻ അക്കാഡമിക് കോർഡിനേറ്ററൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കോവിഡൊക്കെ വന്ന സമയത്തും പിന്നെ മോള് 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴേ ഞാൻ റിസൈൻ ചെയ്തു. എന്നിട്ട് ഫുൾ ടൈം കൃഷിയിലോട്ട് ഇറങ്ങി. അതിന് മുമ്പും 8-9 വർഷമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര വിപുലമായിട്ട് ആ കോവിഡ് സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് കൂടുതൽ കൃഷിപ്രാന്തായത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബമാണ്. ഇവിടെ ഹസ്ബൻഡ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു, ജിമ്മി ജോസ്. മൂത്ത മോള് റൈന MBBS പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. പിന്നെ ഇളയാൾ റിയ 9ാം ക്ലാസ്സിൽ നൈപുണ്യ സ്കൂളിൽ പഠിക്കുന്നു. ഇത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് തേവക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്. കിളിവീട് എന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ പേര്. അവിടെ വർണ്ണം, ഡ്രോയിങ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒരു സെൻറ്റർ ഞാൻ നടത്തി വരുന്നു. ഇപ്പം കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ പാഷനും അതും ഡ്രോയിങ്ങും ആർട്ടും എൻ്റെ പാഷനാണ്. കൂടാതെ കൃഷിയും പിന്നെ ഡാൻസും ഉണ്ട് അത്യാവശ്യത്തിന്. അങ്ങനെയൊക്കെ പോകുന്നു ജീവിതം. ഞങ്ങൾ 4 പേരും കൂടെയാണ് ഈ ഒരു കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നത്. നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡിന് സമയം ഇല്ല അധികം, പക്ഷേ എന്നാലും പുള്ളി കൂടും. പിന്നെ ഇളയാളാണ് കൂടുതലും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും വളമൊഴിക്കാനും ചെടികളെ സംരക്ഷിക്കാനും ഒക്കെ അവളാണ് നടക്കുന്നത്. മൂത്താളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ ഹോസ്റ്റലിൽ പാലക്കാട് നിൽക്കണ കാരണം ഇപ്പോൾ വരാറില്ല. ഇടയ്ക്ക് വരുമ്പോഴും കൂടെ ഉണ്ടാവും.